ഹലോ, നമ്മുടെ മഹാലക്ഷ്മി സീരിയലിൻ്റെ ഒരു വിശേഷത്തിലോട്ട് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കണ്ടായിരുന്നല്ലേ, നമ്മുടെ മോഹിനി നമ്മുടെ മഹീനിയൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് വന്നു. കാരണം മഹിക്ക് ഇവിടെ നിന്ന് വന്ന് പിറന്നാളിൻ്റെ ഫുഡൊക്കെ കഴിച്ചിട്ട് പോയിട്ട് വയറിനൊന്നും തീരെ സുഖമില്ലാണ്ട് എന്തോ മനം പുരട്ടലും ഗ്യാസ് കയറിയിട്ടൊക്കെ വല്ലാണ്ട് ബുദ്ധിമുട്ടാന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഹോസ്പിറ്റലിൽ പോകാനായിട്ട് കണ്ണനും നമ്മുടെ മഹിയൊക്കെ തയ്യാറെടുത്ത് നിന്ന സമയത്ത് കുറച്ചൊരാശ്വാസം തോന്നിയതുകൊണ്ട് പോയില്ല. അപ്പോൾ എന്തായാലും അമ്പലത്തിൽ പോയ സമയത്ത് ഇങ്ങനെ ഈ വിവരം അറിഞ്ഞ സമയത്ത് മോഹിനി ഒന്ന് മോളുടെ വീട് വരെ, മഹിയുടെ വീട് വരെയൊക്കെ ഒന്ന് പോയി വിശേഷമൊക്കെ അറിയാമെന്ന് വെച്ച് പോയിക്കായിരുന്നു. അങ്ങനെ ഈ പോയ സമയത്ത് നമ്മുടെ കരുണയും പ്രതാപനും നമ്മുടെ മുത്തശ്ശിയൊക്കെ ചേർന്ന് അങ്ങ് സന്തോഷിക്കുകയാണ്. കാരണം അവിടുത്തെ റിപ്പോർട്ട് അപ്പോൾ ഇവർക്ക് കിട്ടുന്നുണ്ട്. ഉണ്ണിയും ദുർഗയും കൂടെ വിളിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഛർദിൽ തുടങ്ങിയിട്ടുണ്ട്, വയറുവേദനയൊക്കെ ആയിട്ടാണ്, ഇതുവരെ ഹോസ്പിറ്റലിൽ പോകാനായിട്ട് പറഞ്ഞിട്ടില്ല എന്ന് ഉണ്ണി വിളിച്ച് കരുണയുടെ അടുത്ത് പറയുകയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് മോഹിനി ചെന്നിട്ട് തിരിച്ചു വരികയാണ്. മഹിയുടെ അടുത്ത് പോയിട്ട് തിരിച്ചിങ്ങോട്ട് വരികയാണ്. അപ്പോൾ ആ വന്ന സമയത്ത് നമ്മുടെ കരുണ ഒന്ന് വിളിച്ച് നോക്കാമെന്ന് പറഞ്ഞിരുന്ന സമയത്താണ് ഉണ്ണീനെ വിളിക്കാനിരുന്നത്, ഇവിടുത്തെ വിശേഷങ്ങൾ എന്താണ് ഏതാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ മോഹിനി തിരിച്ചിങ്ങെത്തി. അപ്പോൾ ആ മുത്തശ്ശി പറയുന്നുണ്ട്, ദേ വരുന്നുണ്ട് ആൾ, നീ ഇനിയിപ്പോൾ വിളിക്കാൻ നിൽക്കേണ്ടെന്ന്. അങ്ങനെ വന്ന ഉടനെ തന്നെ മോഹിനി പറഞ്ഞു, എന്താണെന്നറിയില്ല, മഹാലക്ഷ്മിക്ക് ഇവിടെ നിന്ന് ഫുഡ് കഴിച്ച് ഓവറായിട്ട് കഴിച്ചതുകൊണ്ടായിരിക്കാം ആകെ ഒരു ബുദ്ധിമുട്ടും ഇതൊക്കെയാണ്, അതുകൊണ്ട് ഇപ്പോൾ ഒരു ഇച്ചിരി ആശ്വാസം തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു മോളെ. അപ്പോൾ കരുണ ചോദിച്ചു, ഞങ്ങളും ഫുഡ് ഇവിടുത്തെ തന്നെയല്ലേ, ഇതൊക്കെ തന്നെയല്ലോ കഴിച്ചത്, പിന്നെ അവൾക്ക് മാത്രം എന്താ അമ്മേ അങ്ങനെയെന്ന് കരുണ ചോദിക്കണം. എന്താണെന്ന് അറിയില്ല, എന്തായാലും കുറച്ച് നോക്കിയിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർ ഹോസ്പിറ്റലിൽ പോകുമെന്നാണ് പറഞ്ഞതെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഈ പറഞ്ഞിരുന്ന സമയത്ത് തന്നെ മുത്തശ്ശിയും പ്രതാപനൊക്കെ അങ്ങ് ഉള്ളിൽ അങ്ങ് ചിരിച്ച് ആർമാദിക്കുകയാണ്. കാര്യം എന്ന് വെച്ചാൽ അവൾ അവസാനം എത്താറായി എന്നുള്ള സന്തോഷം. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ കരുണയ്ക്ക് പെട്ടെന്ന് വയറിന് എന്തോ ഒരു അസ്വസ്ഥത തോന്നുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ വേദന കൂടി വരണം. അപ്പോൾ കരുണ വയറങ്ങ് പൊത്തി പിടിക്കണം. എന്നിട്ട് അപ്പം മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്താ മോളെ നിൻ്റെ മുഖം വല്ലാണ്ടിരിക്കുന്നത്, എന്താണെന്നറിയില്ല മുത്തശ്ശി, എനിക്ക് എന്തോ വയറൊക്കെ ഒരു വല്ലായ്മ പോലെ ഉരുണ്ട് കയറുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ മോഹിനിയും പ്രതാപനും എല്ലാവരും കൂടെ ചേർന്ന് കരുണയെ പിടിച്ചിരുത്തണം. പക്ഷേ വേദന കൂടി കരുണയ്ക്ക് ഒട്ടും പറ്റാണ്ടാവുകയാണ്, വല്ലാണ്ട് വിയർത്ത ഒരു വിമ്മിഷ്ടം പോലെയൊക്കെ. അച്ഛാ എനിക്ക് ഒട്ടും പറ്റുന്നില്ല, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം, ഞാനിപ്പം മരിക്കും, അമ്മാതിരി എനിക്ക് ബുദ്ധിമുട്ട് വരാണ്. അങ്ങനെ അവർ കൊണ്ടുവന്ന് കിടത്തി കാലൊക്കെ ഒന്ന് തിരുമ്മി ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ഈ പായസം തന്നെയല്ലേ അവൾ മഹാലക്ഷ്മി കുടിച്ചു. അപ്പം മോഹിനി പറയുന്നുണ്ട്, ഇന്നലെ ഞാൻ മോളുടെ അടുത്ത് പറഞ്ഞല്ലേ കരുണേ, ഇത്രയും പായസം കഴിക്കേണ്ട, ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ചിലപ്പോൾ അത്രയും കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഗ്യാസൊക്കെ കയറും, ചിലപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടായിരിക്കും, നിങ്ങൾക്ക് രണ്ടുപേർക്കും അതായിരിക്കും ഇങ്ങനെ വന്ന, ആർക്ക്, മോഹിനിക്കും കരുണയ്ക്കും. പക്ഷേ കരുണയ്ക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല, കരുണ കുറേ ഒമിറ്റൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ എന്തായാലും ഹോസ്പിറ്റലിൽ പോകാമെന്നും പറഞ്ഞ് എല്ലാവരും കൂടെ എന്നാൽ ഹോസ്പിറ്റലിൽ പോകാമെന്നും പറഞ്ഞ് തയ്യാറാവുകയാണ്. അപ്പോൾ നീ ആ ഫ്രിഡ്ജിൽ ഇരുന്ന പായസം തന്നെ അല്ലേ മോളെ എടുത്ത് കുടിച്ചത്. അപ്പോൾ മോഹിനി പറയുന്നുണ്ട്, ആ ഒരു ദിവ്യം വന്ന സമയത്ത് മോള് ഫ്രിഡ്ജിൽ വെച്ചിരുന്ന പായസം എടുത്ത് തണുത്തത് വേണമെന്ന് പറഞ്ഞതുകൊണ്ട് ആ ദിവ്യന് കരുണ എടുത്ത് വെച്ചിരുന്ന പായസമാണ് ഞാൻ അവർക്ക് കൊടുത്തത്. എന്നിട്ട് അതിൻ്റെ ബാക്കിയൊക്കെ വന്ന പായസമാണ് മഹാലക്ഷ്മിയും കണ്ണനും ഒക്കെ കുടിച്ചത്. പിന്നെ ആ പാത്രത്തിൽ നീ ഒഴിച്ചു വെച്ചിരുന്ന പായസം ഞാൻ പിന്നെ തിരിച്ചെടുത്ത് ഒരു കപ്പിലാക്കി ഫ്രിഡ്ജിൽ വെച്ചു, അതല്ലേ മോള് കുടിച്ചെന്ന് പറയുന്നുണ്ട്. അപ്പോഴാണ് കാര്യം മനസ്സിലാവണത് ആർക്ക്, നമ്മുടെ കരുണയ്ക്കും പ്രതാപനും മുത്തശ്ശിക്കും. വിഷം കലർത്തിയ പായസമാണ് മോഹിനി എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നത്, അതാണ് കരുണ കുടിച്ചത്. അപ്പോൾ എന്തായാലും കാര്യം ഉറപ്പായി, വിഷം ചേർന്ന പായസം നമ്മുടെ കരുണയുടെ ഉള്ളിൽ പോയി എന്നുള്ള കാര്യം. എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവരാകെ ഷോക്ക്ഡ് ആവുകയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ പിന്നെ കരുണേനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയാണ് അവരെല്ലാവരും കൂടെ. ഈ കാര്യമൊന്നും മുത്തശ്ശി മോഹിനിയുടെ അടുത്തൊന്നും പറയുന്നില്ല, വിഷം കലർത്തിയ കാര്യം ഒന്നും പറയുന്നില്ല. അങ്ങനെ വേഗം കരുണയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാണ്. അപ്പോൾ നമ്മുടെ ഉണ്ണി ദുർഗയും കൂടെ അവിടെ ഇരിക്കുമ്പോൾ പിന്നെ കാണിക്കുന്നത് നമ്മുടെ മോഹിനി മേളിൽ നിന്ന് ഇറങ്ങി വരികയാണ്. അപ്പോൾ ഉണ്ണി ചോദിക്കുന്നുണ്ട്, ഏട്ടത്തിക്ക് വയ്യാന്ന് പറഞ്ഞു ഹോസ്പിറ്റലിലൊന്നും പോകുന്നില്ലേ, എനിക്കിപ്പം കുഴപ്പമൊന്നുമില്ല, എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ നിനക്ക് എന്നെ എത്ര ഇത്, എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്നും പറഞ്ഞിട്ട് മഹാലക്ഷ്മിയുടെ കാര്യം നോക്കി പോവാണ്. അപ്പോൾ ആകെ അവർക്കൊരു സങ്കടമായിപ്പോയി. അപ്പോൾ ദുർഗ ചോദിക്കുന്നുണ്ട്, അല്ല നിനക്ക് വയറേതാണ്ട് സ്തംഭിച്ചിരിക്കണു എന്നൊക്കെ പറയണ കേട്ടല്ലോ, അതുകൊണ്ട് ചോദിച്ചാന്ന് ദുർഗ പറയാണ്. എനിക്ക് വയറിന് ഇപ്പോഴും ഒരു സ്തംഭനമുണ്ട്, എന്നാലും ഒരു
ഒരു ഇച്ചിരി ആശ്വാസം ഉണ്ടെന്ന് നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട്. അപ്പം പോയി കഴിയുമ്പോൾ ദുർഗ പറയുന്നുണ്ട്, ഇപ്പോൾ വയറ് സ്തംഭിക്കൂടി, കുറച്ച് കഴിയുമ്പോൾ നിൻ്റെ ഹൃദയവും സ്തംഭിക്കൂടി എന്നിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ അവർ വെയിറ്റ് ചെയ്തിരുന്ന അത്രയും ഒരു സന്തോഷം കിട്ടിയില്ല ഉണ്ണിക്കും ദുർഗയ്ക്കൊന്നും. കാര്യം എന്നും ഉണ്ട്, എന്തായാലും അതിനൊരു റിസൾട്ട് കിട്ടേണ്ടതല്ലേ. പക്ഷെ അവൾക്കൊരു ഗുരുവില്ല, അവൾ ഇതേ ഇങ്ങനെ നടക്കുന്നുണ്ടല്ലോ എന്നോർത്ത് ഒരു സങ്കടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് പറയാൻ വേണ്ടിയിട്ട് കരുണേരെ ഫോണിലോട്ട് വിളിക്കുന്ന സമയത്താണ് പ്രതാപൻ്റെ കോൾ ഇങ്ങോട്ട് വരുന്നത്. ഉണ്ണി നീ വേഗം വാ, നമ്മുടെ കരുണമോക്ക് ഒട്ടും സുഖമില്ല, അവൾ ഒരുപാട് ഛർദ്ദിച്ച് വയറൊക്കെ വേദനയായിട്ട് ഞങ്ങൾ വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാണ്. അത് കേട്ടപ്പോൾ ഉണ്ണിക്ക് മനസ്സിലായി, കണ്ട മഹാലക്ഷ്മിക്ക് തിരിച്ചടി അടി കൊടുക്കാൻ പോയിട്ട് ദേ തിരിച്ചടി കരുണയ്ക്ക് കിട്ടി, ഞാൻ അപ്പോഴേ പറഞ്ഞതാണെന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ണി വെപ്രാളപ്പെട്ട് ഹോസ്പിറ്റലിലോട്ട് പോവാണ്. ആ രംഗമാണ് കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ പിന്നെ നമ്മുടെ മാർക്കോയുടെ കൂട്ടുകാരനും കൂടെ വന്നിട്ട് നമ്മുടെ സാഗറിനെ ജയിലിൽ വെച്ച് കണ്ടു. സാഗർ പല പ്രാവശ്യം സത്യമായിട്ട് മാർക്കോയോട് പറയുന്നുണ്ട്, ഒരിക്കലും മാർക്കോ ഞാനിത് ചെയ്തിട്ടില്ല, ഞാൻ സത്യമായിട്ട് മഞ്ജുവിനെ വിവാഹം കഴിച്ച പിന്നെ ഞാനൊരു സിഗരറ്റ് പോലും ഞാൻ വലിച്ചിട്ടില്ല മാർക്കോ എന്ന് കരഞ്ഞുകൊണ്ട് പറയാണ്. അപ്പം മാർക്കോ പറഞ്ഞു, നിൻ്റെ ഇപ്പോൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്, എന്തായാലും നമ്മൾ കാര്യങ്ങളൊക്കെ തോമസ് ഡോക്ടറുമായിട്ട് നീ പോയ റൂട്ടൊക്കെ ഒന്ന് ഞങ്ങൾ ചെക്ക് ചെയ്യട്ടെ, അതിൽ സത്യമല്ലെന്നറിഞ്ഞാൽ നീ ബ്ലഡ് ഛർദ്ദിച്ച് നീ എൻ്റെ ഇടികൊണ്ട് ചാവുമെന്ന് മാർക്കോ പറയുന്നുണ്ട്. ഞാൻ എത്ര വേണമെങ്കിലും ഇടി കൊണ്ടോളാം സാഗറെ, പക്ഷേ സത്യം ഇതാണ് എന്നുള്ളത് സാഗർ ആണായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ അവർ തോമസ് ഡോക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നു. അപ്പോൾ ഡോക്ടറും പറയുന്നുണ്ട്, എനിക്ക് തോന്നുന്നില്ല, പിന്നെ ഇവൻ്റെ ഭൂതകാലമൊക്കെ എടുത്തു കഴിഞ്ഞാൽ അത്ര നല്ലതല്ലല്ലോ, അതുകൊണ്ട് വിശ്വസിക്കാതിരിക്കാനും പറ്റുന്നില്ല. അങ്ങനെ അവർ എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് ആകെ അമ്പലാപ്പായിട്ടിരിക്കുകയാണ്. അങ്ങനെ തോമസ് ഡോക്ടർക്ക് ഇന്ന് നമ്മുടെ സാഗറിന് സാലറി കൊടുക്കാൻ വേണ്ടിയിട്ട്, ആദ്യത്തെ സാലറി കയ്യിൽ കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇരുന്നായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായത്. അപ്പോൾ അക്കൗണ്ടിലിട്ടില്ല. അപ്പോൾ ആ ക്യാഷ് ഇപ്പോൾ ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ്, നീ ആ കുട്ടിയുടെ കയ്യിൽ കൊടുക്കാൻ പറയുന്നത്. ആരെ? മഞ്ജുവിൻ്റെ. കാരണം ആ കുട്ടിക്കാണെങ്കിലും പൈസയൊക്കെ ആവശ്യം വരുമല്ലോ. പിന്നെ മാർക്കോയുടെ അടുത്ത് തോമസ് ഡോക്ടർ പറഞ്ഞു, എന്താണെങ്കിലും ഇപ്പം വേറൊരാൾ മേഘനാഥം വെച്ചു എന്നുള്ളത് എനിക്ക് ഒരു സംശയമില്ലായികയൊന്നുമില്ല, പക്ഷേ നമ്മൾ കാറിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ കാറ് ലോക്ക് ചെയ്യണം എന്നുള്ളത് ഇവൻ അറിയില്ല, അവൻ ഡ്രൈവറല്ലേ എന്നിങ്ങനെ തോമസ് ഡോക്ടർ പറയുന്നുണ്ട്. അപ്പോൾ സാഗർ പിന്നെ എപ്പോഴെങ്കിലും ഒറ്റയ്ക്ക് കാർ എടുത്തുകൊണ്ട് എങ്ങോട്ടെങ്കിലും പോയോ എന്നൊക്കെ മാർക്കോ ചോദിക്കുന്നുണ്ട്. ഇല്ല, ഞാനും അവനും ഇന്ന് കുറച്ച് സമയം സിറ്റിയിലൊക്കെ പോയി മെഡിക്കൽ ഷോപ്പിലൊക്കെ പോയിട്ട് വന്ന് നേരെ കാർ ഇവിടെ തന്നെ ഇട്ടിരുന്നത്, വേറെ എങ്ങും പോയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞങ്ങളൊന്ന് നോക്കട്ടെ ഡോക്ടറെ. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, എൻ്റെ എല്ലാ സപ്പോർട്ടും നിങ്ങൾക്കുണ്ടാവും, അപ്പോൾ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് ചെയ്യാൻ പറയുന്നുണ്ട് തോമസ് ഡോക്ടർ. അങ്ങനെ ഇവർ നേരെ നമ്മുടെ മഞ്ജുവിനെ കണ്ട് കാര്യങ്ങളൊക്കെ പറയണം. അപ്പം മഞ്ജു തീർത്ത് പറയുന്നുണ്ട്, ഒരിക്കലും സാഗർ അത് ചെയ്യില്ല, സാഗർ ഒരു സിഗരറ്റ് പോലും വലിക്കില്ല മാർക്കോ ചേട്ടാ, ഇനിയിപ്പോൾ എന്താ ചെയ്യണേ? അപ്പം മാർക്കോ പറയുന്നുണ്ട്, നീ ഒന്ന് കണ്ണനെയും മഹാലക്ഷ്മിയും പെങ്ങളൊന്ന് പോയി കാണാവോ എന്ന്, കണ്ണൻ സാറിനെ. അപ്പോൾ ഒരിക്കലും കാര്യമില്ല, ഈ ഒരു കേസാണെങ്കിൽ അവരെന്തായാലും എനിക്ക് സപ്പോർട്ട് നിൽക്കില്ല മാർക്കോ ചേട്ടാന്ന് മഞ്ജു പറയുന്നുണ്ട്. ഇനിയിപ്പോൾ അനന്തു ചേട്ടനെ പോയി കാണാമെന്ന് വെച്ചാൽ അനന്തു ചേട്ടൻ ഈ കേസൊന്നും ഒരിക്കലും ഏറ്റെടുക്കില്ല എന്ന് പറഞ്ഞ് മഞ്ജു കിടന്ന് കരയാണ്. അങ്ങനെ മഞ്ജു പറയുന്നുണ്ട്, എനിക്കൊന്ന് സാഗരേട്ടനെ കാണാൻ പറ്റും മാർക്കോ ചേട്ടാ. അങ്ങനെ അവർ മൂന്നുപേരും കൂടെ നേരെ ജയിലിൽ പോയിട്ട് സ്റ്റേഷനിൽ പോയിട്ട് സാഗറിനെ കാണുകയാണ്. അപ്പോൾ സാഗറിനെ കണ്ടത് സാഗർ കരഞ്ഞുകൊണ്ട് പറയുന്ന, മഞ്ജു ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല മഞ്ജു, ഞാൻ ഒരു സാധനവും അങ്ങനത്തെ ഒന്നും ഞാൻ ഇതുവരെ ചെയ്യില്ല, ഇതിന് മുന്നേ ചെയ്തു എന്നുള്ളത് എനിക്കറിയാം, ഞാൻ ചെയ്തിട്ടുണ്ടില്ല എന്ന് ഞാൻ പറയും. പക്ഷേ നിന്നെ വിവാഹം കഴിച്ച് പിന്നെ ഞാൻ ഒരു കേസിന് ഞാൻ പോവാറില്ല, സത്യമായിട്ട് പറയുന്നത് എനിക്കറിയാം സാഗരേട്ട വിഷമിക്കേണ്ട, ഏതറ്റം പോയാലും ഞാൻ ഇതിൻ്റെ സത്യാവസ്ഥ മാർക്കോ ചേട്ടൻ്റെ കൂടെ നിന്ന് കണ്ടുപിടിച്ച് കൊണ്ടുവന്ന് സാഗറിനെ പുറത്തിറക്കുമെന്ന് പറയുന്നു. അത് കേട്ടപ്പോൾ സാഗറിന് സന്തോഷമായി, കാരണം സാഗറിന് ഒരു സങ്കടം ഉണ്ടായിരുന്ന കാര്യം ഈ മഞ്ജു ഇതറിയുമ്പോൾ ഇട്ടിട്ട് പോകുമെന്നുള്ള പേടി. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ മഞ്ജു നേരെ മേഘനാഥനെ പോയി കണ്ടിട്ട് പറയുന്നുണ്ട്, ഇതിൻ്റെ പിന്നിൽ നിങ്ങളുടെ ഇരു കൈകളാണെന്നുള്ളത് എനിക്കറിയാം, പക്ഷേ നിങ്ങൾ വിചാരിക്കുന്നതൊന്നും നടക്കാൻ പോകുന്നില്ല, എൻ്റെ സാഗറേട്ടനെ ഞാൻ പുറത്തിറക്കും, എൻ്റെ ഒപ്പം മാർക്കോ ചേട്ടനുണ്ട്. അത് കേട്ടപ്പോൾ മേഘനാഥൻ ഒരു ഞെട്ടൽ വരെയാണ്. അത് മാത്രമല്ല, നിങ്ങളെ എന്നെ ഈ ഇത് കാണിക്കുന്നത് എൻ്റെ സ്വത്തുക്കൾ, കണ്ണേട്ടൻ്റെ സ്വത്തുക്കൾ കണ്ടിട്ടാണെങ്കിൽ ഞാൻ മരിച്ചിരുന്നാലും നിങ്ങൾക്കത് കിട്ടുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ടെന്ന് വെല്ലുവിളിച്ചിട്ട് മഞ്ജു വരെയാണ്. അത് കഴിഞ്ഞ് നമ്മുടെ മാർക്കോയും കൂട്ടുകാരനും കൂടെ നേരെ നമ്മുടെ അനന്തു വക്കീലിനെ പോയി കണ്ടിട്ട് കാര്യങ്ങളൊക്കെ പറയണം. അപ്പോൾ അനന്തു പറയുന്നുണ്ട്, ഒരു സംശയവും വേണ്ട, ഇതാ മേഘനാഥൻ തന്നെയാണ്. ഹോസ്പിറ്റലിൽ നിന്ന് പോയിൻ്റെ പിറ്റേ ദിവസമാണ് ഈ ഒരു ഇൻസിഡൻറ്റ് കാറിൽ വെച്ച് നടന്നിരിക്കുന്നത്. അപ്പോൾ അനന്തു പറയുന്നുണ്ട്, അന്നത്തെ ദിവസം നിങ്ങൾ തോമസ് ഡോക്ടറെ അടുത്ത് പോയി ചോദിക്കുക എവിടേക്കാണ് പോയത് എന്നുള്ളത് വ്യക്തമായിട്ട് ചോദിച്ച് മനസ്സിലാക്കാൻ പറ. അങ്ങനെ മാർക്കോ ഫോൺ ചെയ്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ ഓരോ കാര്യങ്ങളും പറയുന്നുണ്ട്. എന്നിട്ട് എപ്പോഴെങ്കിലും കാറിൽ നിന്ന് ഇറങ്ങി സാഗർ നിന്നോ ഡോക്ടറെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം
പറയുന്നുണ്ട്. ഞാൻ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് തിരിച്ച് വന്നപ്പോഴേക്കും കാറിൻ്റെ അകത്ത് നിന്ന് അവൻ മുൻവശത്ത് പോയി റോഡിലോട്ട്, അതായത് വണ്ടിയുടെ ഫ്രണ്ടിൽ വെളിയിൽ പോയി നിന്ന് മഞ്ജു ആയിട്ടാണെന്ന് തോന്നുന്നു കുറേ നേരം സംസാരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ കുറേ നേരം കഴിഞ്ഞ് വന്ന് കാറിൽ കയറിയ ശേഷമാണ് അവൻ വന്ന് കയറിയത്. ഇനി അന്നേരം കാറ് ലോക്കും ചെയ്തിട്ടില്ല. അതും മേഘനാഥൻ ചോദിച്ചായിരുന്നു. മേഘനാഥനല്ല, സോറി, മാർക്കോ ചോദിച്ചു, ഡോക്ടർ കാറ് ലോക്ക് ചെയ്തിട്ടാണോ അവ അവിടെ നിന്നിരുന്നത്? അല്ലല്ല, ഞാൻ ഡോറ് തുറന്ന് അകത്ത് കയറിയ ശേഷമാണ് സാഗർ പിന്നെ വന്ന് വണ്ടി എടുത്തതെന്ന് പറയുന്നുണ്ട്. അപ്പം മാർക്കോയ്ക്ക് കത്തുന്നുണ്ട്. ആ സമയത്ത് ആരോ, ഒന്നുകിൽ മേഘനാഥൻ അല്ലെങ്കിൽ മേഘനാഥൻ്റെ ഏതോ ഗുണ്ടകൾ ആ ടൈമിൽ, കാരണം ഇവരെ ഫോളോ ചെയ്ത് എന്തായാലും വന്നിട്ടുണ്ടാവും ഇത് വെക്കാൻ വേണ്ടി. സാഗർ ആ മാറിയ തക്കം നോക്കി ഈ സംഭവം കാറിനുള്ളിൽ വെച്ചതാണ്. അങ്ങനെ അവർ ചെന്നിട്ട് ഈ നിന്ന സ്ഥലങ്ങളും അതിനോടനുബന്ധിച്ച് CC ക്യാമറകളെല്ലാം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അനന്തു വക്കീൽ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ അവർ വേണ്ടുന്ന തെളിവുകളൊക്കെ ശേഖരിക്കുകയാണ്. എന്തായാലും സാഗറിനെ അവർ പുറത്തിറക്കിയിരിക്കും. ഇതിന് 8ൻ്റെ പണി മിക്കവാറും മേഘനാഥന് കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഉണ്ണി പ്രാളപ്പെട്ട് വരികയാണ്. കാര്യം എന്ന് വെച്ചാൽ ഉണ്ണി തുടക്കം തൊട്ട് മഞ്ജുവിനോട് കരുണയോട് പറഞ്ഞതാണ്, കരുണ ഈ സമയത്ത് നീ പ്രത്യേകിച്ച് മഹാലക്ഷ്മിക്ക് ആര് എന്ത് ചെയ്യുന്നോ അതിൻ്റെ തിരിച്ചടി അപ്പോൾ തന്നെ കിട്ടുകയാണ്. അതുകൊണ്ട് നീ ഇങ്ങനെ ഇരിക്കുന്ന ഈ അവസരത്ത് ഈ സംഭവങ്ങളൊന്നും ചെയ്യാൻ നിൽക്കണ്ട, ഈ വിഷം കലർത്തലും ഒന്നും വേണ്ടാന്ന് ഉണ്ണി കാല് പിടിച്ച് കരുണയോട് പറഞ്ഞതാണ്. പക്ഷെ കരുണ കേട്ടില്ല. ഇപ്പോൾ കണ്ടില്ല, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അങ്ങനെ കരുണയെ വേഗം ഹോസ്പിറ്റലിൽ എല്ലാവരും കൂടെ ചേർന്ന് എത്തിച്ച് കരുണയെ ഹോസ്പിറ്റലിൽ ICUയിൽ കയറ്റുകയാണ്. പക്ഷേ കരുണ ഇത്രയും ഗർഭിണിയായിട്ടിരിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് പറയാൻ പറ്റില്ല. ഇത്രയും കൊടിയ ഒരു വിഷമാണല്ലോ. അങ്ങനെ അവരെല്ലാവരും പുറത്ത് ടെൻഷൻ അടിച്ച് ആകെ നിൽക്കുകയാണ്, പ്രതാപനും മുത്തശ്ശിയും. കാരണം ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ? അപ്പം പ്രതാപൻ മനസ്സിൽ പറയുന്നുണ്ട്, കണ്ടോ ഇതിൻ്റെ തിരിച്ചടി എൻ്റെ മോൾക്ക് കിട്ടി, എൻ്റെ മോക്കും എൻ്റെ മോളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനും ഒന്നും വരരുതേ എന്നും പറഞ്ഞ് പ്രതാപനൊക്കെ കിടന്ന് നിലവിളിക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ എന്തെങ്കിലും ചെയ്തിട്ട് കാര്യമുണ്ടോ? ആവശ്യമില്ലാത്ത ഓരോ പണിക്ക് പോയിട്ടല്ലേ. മഹീനെയും കണ്ണനെയും കൊല്ലാൻ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ തിരിച്ചടി അപ്പോൾ പിന്നെ തിരിച്ചു കിട്ടുന്നുണ്ട്. അങ്ങനെ ICU കയറ്റിയിട്ട് കുറേ സമയം കഴിയുമ്പോൾ നമ്മുടെ ഡോക്ടർ, അതൊക്കെ ഇനി വരുന്ന പ്രൊമോയിലാണ് കേട്ടോ കാണിക്കുന്നത്. നമ്മൾ ഏകദേശമൊക്കെ ഇതുവരെയാണ് എപ്പിസോഡിൽ വന്നിരിക്കുന്നത്. അതിനെ തുടർന്ന് പിന്നെ കാണിക്കുന്നുണ്ട് നമ്മുടെ ഡോക്ടർ പുറത്ത് വരികയും നമ്മുടെ കരുണയുടെ ശരീരത്തിനുള്ളിൽ വിഷം കലർന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അതും ഫുഡിൽ കൂടെയാണ് കലർന്നിരിക്കുന്നതെന്നുള്ളതും ഡോക്ടർ പറയുന്നുണ്ട്. അങ്ങനെ ഇത് കേട്ട് എല്ലാവരും ആകെ അന്താളിച്ച് നിൽക്കുകയാണ് കേട്ടോ. സംഭവം മോഹിനി എല്ലാവരും ഉണ്ടല്ലോ. അപ്പോൾ ഇനി ഇതിനെ തുടർന്നുള്ള എപ്പിസോഡുകളാണ് ഇനി വരുന്ന പ്രൊമോയിൽ വരുന്നത്. അപ്പോൾ എന്തായാലും അടിപൊളി വൺ ട്വിസ്റ്റാണ് ഇനി നമ്മുടെ മഹാലക്ഷ്മി സീരിയലിൽ വരുന്നത്. എല്ലാവരും നമ്മുടെ പ്രൊമോ വീഡിയോസൊക്കെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊള്ളുന്നു. താങ്ക് യു, ബൈ ബൈ, ടേക്ക് കെയർ മുത്തുമണികളെ.